ഡോക്ടർ ഇന്നലെ നമുക്കേ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, പല്ലിൽ മൊത്തം കേടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള കാരണം? കുട്ടികളിൽ കാണുന്ന കേടിൻ്റെ പ്രധാന കാരണം അതിന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നൈസിംഗ് ബോട്ടിൽ കാരീസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കാരീസ് എന്നും പറയും. ഓക്കെ. അതായത് കുട്ടികളിൽ ഇപ്പോൾ പല്ല് വരുന്ന ടൈം 6 മാസത്തിലാണ്. 6 മാസം മുതൽ 2.5 വയസ്സ് വരെ പാൽപ്പല്ലിൻ്റെ ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ കുട്ടികൾ ഈ ഓറൽ ഹൈജീന് തീരെ മെയിൻറ്റെയിൻ ചെയ്യില്ല. പേരൻസ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് തന്നെ ഇപ്പോൾ നല്ല ഷുഗറൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കാൻഡീസ് അത് കുട്ടികൾ ധാരാളമായിട്ട് കഴിക്കും. അപ്പോൾ ഇതൊക്കെ ഈ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ പല്ലിൽ പിന്നീട് കേടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നൈസിംഗ് ബോട്ടിൽ കാരീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനങ്ങനെ പറയാൻ കാരണം ഈ കുട്ടികളിൽ കുപ്പിപ്പാൽ കൊടുക്കും അമ്മമാർ. രാത്രിയൊക്കെ അത് വെച്ചിട്ട് വായിൽ വെച്ചിട്ടാവും കുട്ടികൾ ഉറങ്ങുക. അപ്പം പാരൻസ് ശ്രദ്ധിക്കില്ല. അപ്പോൾ രാത്രിയിൽ കുട്ടികളിലൊക്കെ ഉമിനീരിൻ്റെ സെക്രീഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ ഷുഗർ കണ്ടന്റ് പല്ലിൽ നിന്ന് ബാക്ടീരിയാസിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ പ്രോഗ്രസീവായിട്ട് കേടുണ്ടാവുക ചെയ്യുക പല്ലുകളിൽ. അതാണ് നൈസിംഗ് ബോട്ടിൽ കാരീസ്. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ വരുവാണ്, കുട്ടികൾ കുറേ പേര് ഇപ്പോൾ വീണിട്ടും നമുക്കിവിടെ കുറേ പല്ല് പൊട്ടിയ കേസുകൾ, അല്ലെങ്കിൽ പല്ല് പുറത്തോട്ട് വന്ന കേസുകൾ, അല്ലെങ്കിൽ കുറേ പിള്ളേർക്ക് പല്ല് ഉള്ളിലോട്ട് കയറിപ്പോയ കേസുകൾ. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്? ഇത് 2-3 രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ വെക്കേഷനാണ് വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ കളിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ വീണ് കഴിഞ്ഞാൽ 2-3 രീതിയിലാണ് പല്ലിനെ അത് എഫക്റ്റ് ചെയ്യുക. ഒന്ന് പല്ലിൽ തട്ടിയിട്ട് പല്ല് ഉള്ളിലോട്ട് പോകുന്ന കേസ്, പല്ല് കുറച്ച് ഉള്ളിലോട്ട് കയറി പോവുക. അങ്ങനെ ഉണ്ടാകുന്ന കേസിൽ എത്രയും പെട്ടെന്ന് ക്ലിനിക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിൻറ്റിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് പല്ല് കുറച്ച് പുറത്തോട്ട് വലിച്ചിട്ട് കമ്പിയിട്ടിട്ട് അത് ഉറപ്പിച്ച് നിർത്തുന്ന പ്രൊസീജിയർ. പിന്നുള്ളതാണ് നല്ല വീഴ്ചയൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഈ പല്ല് കൊഴിഞ്ഞു പോകും, പല്ലിൻ്റെ സോക്കറ്റിൽ നിന്ന് പല്ല് മുഴുവനായിട്ട് പുറത്തു പോകും. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലോട്ട് പെട്ടെന്ന് എത്തിക്കുക. കാരണം അത് ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഒരു 2 hours ഉള്ളിൽ തന്നെ പേഷ്യൻറ്റിനെ എത്തിക്കാൻ നോക്കുക കുട്ടിയെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പല്ല് അതേ പൊസിഷനിലോട്ട് തന്നെ റീപൊസിഷൻ ചെയ്ത് അവിടെ ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ ആ പല്ല് കൊണ്ടുവരുന്ന രീതിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ പാല് അല്ലെങ്കിൽ ഇളനീര്, കരിക്കും വെള്ളം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തന്നെ തുപ്പലോ, അതായത് ഉമിനീരിൽ തന്നെ ഇട്ട് വെച്ചിട്ട് കൊണ്ടുവരാൻ ഏറ്റവും നല്ലത്. ഡ്രൈ ആവാതെ നോക്കുക. അപ്പോൾ പല്ലിൻ്റെ ജീവൻ വൈറ്റാലിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് സ്പ്ലിൻറ്റിങ് ചെയ്തിട്ട് ആ പല്ലിനെ അവിടെ നിലനിർത്താൻ പറ്റുന്നതാണ്. ഈ ഊരി പോകുന്ന പല്ല് നമ്മൾ കഴുകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴുകുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ കൂടുതലായിട്ട് അങ്ങനെ കഴുകാൻ പാടില്ല. അതായത് നമ്മൾ അതേപോലെ തന്നെ ഉമിനീരിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കരിക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ അല്ലെങ്കിൽ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻസ് നമ്മൾ ലാബിൽ നിന്നൊക്കെ കിട്ടും, അതിലാണ് നമ്മൾ ഇട്ട് കൊണ്ടുവരേണ്ടത് മെയിനായിട്ട്. അല്ലാതെ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ ആ പല്ലിൻ്റെ വൈറ്റാലിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പല്ല് പൊട്ടി മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? പല്ല് പൊട്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്കത് നോക്കണം, പല്ലിൻ്റെ വൈറ്റാലിറ്റി നഷ്ടമാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. പിന്നെ ഏജിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക. പിന്നെ അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേടായാലും ഇപ്പോൾ പൊട്ടലാണെങ്കിലൊക്കെ ഉള്ളിലോട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിൻ്റെ അതേ കളറുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അടച്ച് പല്ലിൻ്റെ അതേ സ്ട്രക്ചർ നമുക്ക് നിലനിർത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പല്ല് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ പൊട്ടിയ ശേഷം വന്ന കേസുകളാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷനിലെ കുട്ടികൾ പലരും ഫുട്ബോൾ കളിക്കാൻ പോകുക, അല്ലെങ്കിൽ സ്കേറ്റിംഗ്, ബോക്സിങ്, ഈ വക ചെറിയ കുട്ടികളാകുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസിലോട്ട് ഇറങ്ങും. ഫുട്ബോൾ അല്ലെങ്കിൽ സ്കേറ്റിംഗ് അല്ലെങ്കിൽ ബോക്സിംഗ് പോലെ അപ്പോൾ പല കുട്ടികൾ പല മേഖലയിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോണയ്ക്കും പല്ലിനൊക്കെ മെയിനായിട്ട് ഇഞ്ചുറി കിട്ടുക. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗത്ത് ഗാർഡ്സ് അവൈലബിൾ ആണ്. സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരുന്ന പ്രായത്തിൽ ഈ പല്ലിലെ ഈ മോണൻ്റെ ഒക്കെ സ്ട്രക്ചറിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഭാവിയിൽ വരുന്ന പുതിയ സ്ഥിരദന്തങ്ങളുണ്ട്, പെർമനന്റ് ഡെന്റീഷൻ. അപ്പോൾ അതിനൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾക്ക് ഒരു കാരണമാണ് എന്ത്, ഈ പാൽപ്പല്ലുകൾക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറി. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മൗത്ത് ഗാർഡ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പ്രിവെൻറ്റീവ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുട്ടികളിൽ പല്ല് പൊത്ത് വരുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ പറ്റും? പല്ലിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടികൾ അതായത് കുഞ്ഞുങ്ങളിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഡെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിൽ അത് പാരൻസിലൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ പല്ല് വേദന ആയാൽ മാത്രമാണ് അധികം പാരൻസും ക്ലിനിക്കിലോട്ട് വരിക. അല്ലാതെ ഇപ്പോൾ ചെറിയ കാരീസോ അല്ല ചെറിയ കേടുകൾ പാരൻസ് അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. വേദന എത്തിയിട്ടേ എല്ലാവരും ട്രീറ്റ്മെന്റിന് വരും. അപ്പോൾ നമുക്ക് കോസ്റ്റും കൂടുതലാണ് പ്രൊസീജിയേഴ്സിന്.
ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ചെറിയ കേട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് നോട്ടീസ് ചെയ്താൽ അപ്പം തന്നെ വന്ന് അടക്കണം. ഇപ്പം അതിന് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇപ്പം ഫ്ലൂറൈഡ് വാർണിഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഇപ്പം പല്ലിൻ്റെ ഫിഷേഴ്സിലൂടെ നമ്മൾ അടക്കുന്ന പിറ്റ്സ് ആൻഡ് ഫിഷർ സീലൻസുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രിവെൻറ്റീവായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ പൊത്താണെങ്കിൽ അത് മാറ്റിയിട്ട് പല്ലിന് അതേ കളറുള്ള GIC പോലെ കോമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇനി അതല്ല കേട് ഒന്നും കൂടെ ഉള്ളിലോട്ട് എത്തി പഴുപ്പും വേദനയൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പറയും, പൾപ്പക്ടമി എന്ന് പറയും അതിന്. അങ്ങനെ പ്രൊസീജിയർ ചെയ്താൽ പല്ലിനെ അവിടെ നിലനിർത്തണം. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ. അതേപോലെ ഡോക്ടറെ, അപ്പോൾ നമുക്ക് കുട്ടികളിലെ വീടുകളിൽ നിന്നുള്ള ദന്ത സംരക്ഷണം അല്ലെങ്കിൽ ഫസ്റ്റ് ഡെന്റൽ കൺസൾട്ടേഷൻ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് കുട്ടികളുടെ അസോസിയേഷൻ ഡെന്റൽ ഡോക്ടർമാരുടെ അവർ പറയുന്നത് നമ്മൾ പാൽപ്പല്ല് ഫസ്റ്റത്തെ പാൽപ്പല്ല് വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ചൈൽഡിൻ്റെ ഒരു ഡെന്റൽ വിസിറ്റ് നടത്തണം എന്നാണ് പറയാം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഡെന്റൽ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 6 മാസം ആകുമ്പോഴാണ് പാൽപ്പല്ല് വരികയെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേ പല്ല് വരുന്നതിൻ്റെ മുന്നേ കുട്ടികളുടെ വായിൽ ഗം പാഡ്സ് ആയിരിക്കും ഉണ്ടാവുക. മോണയുടെ 2 പാഡുകളായിരിക്കും മുകളിലും താഴെ ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ എടുത്തിട്ട് അല്ലെങ്കിൽ കോട്ടൻ്റെ ബഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോണ നന്നായി തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പാലിലൊക്കെ അവിടെ പറ്റി പിടിച്ചിട്ട് മോണക്ക് ഇനി 6 മാസമാകുമ്പോൾ പല്ല് വരുമല്ലോ, ആ പല്ലുകളിലോട്ട് കേടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ആദ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല 6 മാസമാകുമ്പോൾ പല്ല് വരും. ഈ പല്ല് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം താഴത്തെ പല്ലായിരിക്കും വരിക. അപ്പോൾ പല്ല് വന്ന ഉടനെ തന്നെ അമ്മമാരെ ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്താണ് വിരലിലുണ്ടാവുന്ന ബ്രഷുകളുണ്ട്. അമ്മമാർ അത് യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ചെയ്യിപ്പിക്കുക വേണം. പിന്നെ 2.5 വയസ്സാകുമ്പോൾ 3 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളിലേക്ക് നല്ല ഇപ്പം ബ്രഷുകൾ പീഡോ ബ്രഷുകൾ അവൈലബിൾ ആണ്. അതിൽ പേസ്റ്റ് ഇപ്പോൾ അരിമണിയോളം വലുപ്പത്തിലുള്ള പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ബ്രഷ് ചെയ്ത് ശീലിപ്പിക്കുക. അതായത് പാരൻസിന്റെ കൂടെ തന്നെ അത് ചെയ്യിപ്പിക്കുക, അതെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അത് അങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികളിൽ. ഇപ്പോൾ പാരൻസിനെ കണ്ടിട്ടാണ് കുട്ടികൾ കോപ്പി ചെയ്യുക. അപ്പോൾ പാരൻസ് എത്രത്തോളം ഓറൽ ഹൈജീനെ മെയിൻറ്റെയിൻ ചെയ്യണോ, എത്രത്തോളം വീടുകളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാവും കുട്ടികളിൽ ഇങ്ങനത്തെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് വരിക. പിന്നെ അതേപോലെ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, കുട്ടികളിൽ സാധാ ബ്രഷ് തന്നെ ഒരു പീ സൈസോളുള്ള പേസ്റ്റ് നമ്മൾ പരസ്യങ്ങളിൽ കാണാം, ഈ ഒരു അറ്റം മുതൽ അറ്റം വരെ ബ്രഷിൻ്റെ ബ്രിസിൽസിൽ മുഴുവനായിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം പേസ്റ്റ് അതിൽ അപ്ലൈ ചെയ്ത് അമർത്തി വെച്ച് ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ.